സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാദുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. நம சிவாய வாழ்க, நாதன் தாழ் வாழ்க, இமை பொழுதும் என் நெஞ்சில் நீங்கா தாழ்வாழ்க. கோகழியாண்ட குருமனிதன் தாழ்வாழ்க, ஆகமம் ஆயினின்ற அன்னிப்பான் தாழ்வாழ்க. ஏகன் அநேகன் இறைவனடி வாழ்க. ഇന്നലെ പരമമായ ശാന്തിക്ക് ഉള്ള വഴി, ശിവത്തിലേക്കുള്ള വഴി ആണ് പഞ്ചാക്ഷരം എന്ന് നമ്മൾ കണ്ടു. ആ പഞ്ചാക്ഷരം നമ്മളെ പവിത്രീകരിക്കണു എന്ന് കണ്ടു. പാപത്തെ ഇല്ലാതാക്കണു. നമഃശിവാഭ്യാം പരമൗഷധാഭ്യാം. നമഃശിവായ എന്ന മന്ത്രം അത് പരമമായ ഔഷധമാണ്. എന്തിനുള്ള ഔഷധം എന്ന് പറഞ്ഞാൽ അശാന്തിക്കുള്ള ഔഷധം. അതിൻ്റെ ഫലം ശാന്തിയാണ്. ആ ശാന്തിക്കുള്ള വഴി തന്നെയാണ് തിരുവാചകം. പ്രധാനപ്പെട്ട വാചകം. നമ്മൾ പല വാചകവും കേൾക്കണു. പലരും പറയണതും കേൾക്കണു. പക്ഷേ പരമമായ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഭഗവാനെ പറഞ്ഞു, നാനേ ഇവൻ, ഞാൻ തന്നെയാണ് ഇവൻ എന്ന് ഭഗവാനെ മുദ്രകുത്തിയ വാചകരുടെ തിരുവാചകം. അത് ആർക്കും വേണ്ടല്ലേ. ഇവിടെ തിരുവാചകത്തിന് ഒരു പ്രത്യേകം കോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുവാചകത്തുക്ക് ഉരുകാതവൻ ഒരു വാചകത്തുക്കും ഉരുകാത്തും. ഈ തിരുവാചകം കേട്ട് മനസ്സുരുകാത്തവന് ലോകത്തിന് വേറെ എന്തൊക്കെ വാചകമുണ്ടോ അതൊക്കെ കേട്ടാലും അവന് മനസ്സുരുകയില്ല. കാരണം എന്താ? തിരുവാചകം സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ ശിവഭക്തന്മാരുടെയൊക്കെ എടുത്ത അവർക്കൊക്കെ ഭക്തി അമ്പലത്തിൽ ഇരിക്കണ ഭഗവാനോടാണ്. ചിദംബരനാഥൻ ദർശനാത് അബ്രസദസി. അബ്രസദസി എന്ന് പറഞ്ഞാൽ ചിദംബരം. അബ്രം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം. ആകാശമാകുന്ന സദസ് ചിദംബരം. അവിടെ ദർശനത്തിനാണ് മുക്തി. സ്കന്ദപുരാണത്തില് 4 മുക്തി ക്ഷേത്രത്തെ പറയുന്നുണ്ട്. ദർശനാത് അബ്രസദസി, ജനനാത് കമലാലയേ, കാശ്യാന്തു മരണാത് മുക്തി,
സ്മരണാത് അരുണാചലം. 4 മുക്തിക്ഷേത്രങ്ങളെ പറയുന്നുണ്ട്. അതിലൊരു മുക്തിക്ഷേത്രമാണ് ചിദംബരം. പല 63 നായന്മാരുടെയും ശിവഭക്തന്മാരുടെയും ഒക്കെ ലീലകളും ശിവഭഗവാന്റെ ലീലകളും ഒക്കെ നടന്ന സ്ഥലമാണ് ചിദംബരം. ആ ഭക്തന്മാർക്കെല്ലാം ഭഗവാൻ അമ്പലത്തിലിരിക്കുന്നതാണ്. പല ഭക്തന്മാരും പാടി കാണ വേണ്ടാമോ തില്ലയേ കാണ വേണ്ടാമോ ഇരു കൺ ഇറുക്കുമ്പോതേ വിണ്ണുയർ ഗോപുരം കാണ വേണ്ടാമോ. അവർക്ക് ഭഗവാൻ അമ്പലത്തിലാണ്. ഭക്തന്റെ ഒരു പടി എപ്പോഴും അമ്പലത്തിൽ തന്നെയാണ്. അമ്പലത്തിൽ പോവുക, കീർത്തനം പാടുക. അവർക്ക് ഭഗവാനില്ലാതെ ഇരിക്കാൻ വയ്യ, ഭഗവാനെ വിട്ട് പിരിയാൻ വയ്യ. പക്ഷെ മാണിക്യവാചകരുടെ കേസ് നോക്കിയാൽ കുട്ടിക്കാലത്ത് തന്നെ വേദശാസ്ത്രം എല്ലാം പഠിച്ചു, എല്ലാ ഗ്രന്ഥങ്ങളെയും പഠിച്ചു. ഉള്ളിൽ എവിടെയോ ഒരു തീവ്രമായ ഒരു വിചാരം, ഭഗവാൻ എൻ്റെ മുമ്പിൽ വരും. പ്രസിദ്ധമായ മധുര മീനാക്ഷി ക്ഷേത്രം, ആ ക്ഷേത്രം സ്ഥിതി ചെയ്യണ മധുര എന്ന തമിഴ്നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റ്. അവിടെ വാദവൂർ എന്ന ഒരു ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ജനിച്ചതാണ് വാദവൂരൻ എന്ന പേര്. വാദവൂരൻ എന്നു പേര്. അപ്പൊ ശംഭുപാദാശ്രിതനും ശിവജ്ഞാനവതിക്കും ഉണ്ടായ കുട്ടിയാണ് വാദവൂരൻ പേര്. പക്ഷെ ശാസ്ത്ര അധ്യയനം ഒക്കെ കഴിഞ്ഞു. ആ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധന ചെയ്തു നോക്കി. നല്ല വാക്സാമർഥ്യം, ഭഗവാന്റെ ഭക്തി നിറഞ്ഞിരുന്നു. അരിമർദ്ദന പാണ്ഡ്യൻ എന്ന രാജാവ്, അരിമർദ്ദനം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ മർദ്ദിക്കാൻ തക്കതായിട്ടുള്ള ശക്തിയുള്ളവെന്നർത്ഥം. അവരുടെ രാജ്യത്തിലെ പ്രധാന ഉപദേശകനും മന്ത്രിയായിട്ട് വാദവൂരനെ നിയമിച്ചു. അവര് ബ്രഹ്മരായൻ എന്നൊരു പേരിട്ടു. ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറയുന്നു. ആര് കൃതി, ഭഗവാന്റെ ലീല, അതിനു വേണ്ടി പറയുന്നു. ആ ബ്രഹ്മരായൻ വളരെ നന്നായിട്ട് ആ രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മന്ത്രിസ്ഥാനമേറ്റു വന്നുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഒരു കടപ്പുറത്ത് കുറേ കുതിര കൊണ്ട് നിർത്തിയിരിക്കണു ഒരാൾ. അപ്പൊ അതിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ കുതിരകളൊക്കെ നോക്കൂ, തീരെ വയ്യാതായി, പുല്ലുപോലും തിന്നാൻ പ്രാപ്തിയില്ലാതിരിക്കുന്നു, ശക്തിയൊന്നുമില്ല, നമ്മുടെ രാജധാനിക്ക് തന്നെ ഒരു അപമാനമാണത്, അതുകൊണ്ട് കുറച്ച് നല്ല കുതിരകൾ വേണം എന്ന് രാജാവിനോട് അപേക്ഷിച്ചു. രാജാവ് ഈ കാര്യം മന്ത്രിയായിട്ടുള്ള ബ്രഹ്മരായനെ അറിയിച്ചു. കുറച്ച് കുതിര വേണം, അറേബ്യൻ കുതിര ഇവിടെ വന്നിട്ടുണ്ട്, പോയി വാങ്ങിച്ചുകൊണ്ട് വരൂ എന്ന് ആവശ്യമായിട്ടുള്ള കാശും രഥവും ഒക്കെ കൊടുത്ത് വിട്ടു.
അങ്ങനെ രാജാവിനെ വണങ്ങി ഈ മന്ത്രിയും കൂട്ടരും ഒക്കെ ഈ കുതിരയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാശുമായിട്ട് പോണു. സർവ കാശ് എല്ലാം എടുത്ത് ഒട്ടകത്തിൻ്റെ മേലിൽ കെട്ടിവെച്ച് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടേയിരിക്കണു. മധുര എത്തി. മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ, സുന്ദരേശ്വരമൂർത്തി ക്ഷേത്രത്തിൽ ഈ കുതിര മേലെ എല്ലാം സാധനം വെച്ചിട്ട് അവിടുത്തെ തീർത്ഥക്കുളത്തിൽ പോയി കുളിച്ച് ഭഗവാനെയും ദേവിയെയും ഒക്കെ നല്ലവണ്ണം ദർശിച്ച് തിരിച്ചു വരണ വഴിക്ക് അത്ഭുതമായ കാഴ്ച. ഇന്നലെ പറഞ്ഞു, ഈശ്വരഃ ഗുരുഹു ആത്മേതി. ഉള്ളിൽ ആഗ്രഹം ഈശ്വരനെ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു ജീവന് വെളിയിൽ ഒരു ഈശ്വരൻ മാനിഫെസ്റ്റ് ആവുന്നു. നോക്കിയപ്പോ സാക്ഷാത് ദക്ഷിണാമൂർത്തി ഇരിക്കണത് പോലെ ഇരിക്കണം. ഒരു മരച്ചുവട്ടില് ദക്ഷിണാമൂർത്തി എങ്ങനെ ഇരിക്കണു? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാം തേവസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകളിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഠേ. ഒരു ദക്ഷിണാമൂർത്തി എങ്ങനെ ഇരിക്കണോ? നല്ല വിഭൂതി പൂശി, നല്ല രുദ്രാക്ഷമണിഞ്ഞ് കൗബീനധാരിയായിട്ടുള്ള ഒരു യോഗി ഒരു വൃക്ഷച്ചുവട്ടിൽ അങ്ങനെ ഇരിക്കും. അല്ലേ? ശിവഭക്തന്മാർക്കോ ജ്ഞാനികൾക്കോ ഒക്കെ ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു സന്തോഷം ഇവരെ കാണുമ്പോഴാണ്. അല്ലെ? ഭക്തന്മാർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ശാന്തിയായിട്ട് ഒരാൾ ഇരിക്കണമല്ലോ. ഇങ്ങനെ കിട്ടി ഈ ശാന്തി. അപ്പോൾ അവിടെ പോയി വണങ്ങി നമസ്കരിച്ചു. അങ്ങനെ ആ ദക്ഷിണാമൂർത്തി രൂപത്തിലിരുന്ന ആള് പതുക്കെ കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ചു നേരത്തേക്ക് ഒരു ആനന്ദം കൊടുത്തു. അവിടെ ഇരിക്കാൻ പറഞ്ഞു, കുറച്ചു നേരം ധ്യാനിക്കാൻ പറഞ്ഞു. ആ ദിവ്യമായ രൂപം കണ്ട് മാണിക്യവാചകരങ്ങട് പാടാൻ തുടങ്ങി ശിവപുരാണമൊക്കെ. ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ആനന്ദലീലകളൊക്കെ ഈ മാണിക്യവാചകരാവുന്ന ഈ ബ്രഹ്മരായർ പാടിക്കൊണ്ടേയിരുന്നു. പാട്ട് കേട്ട് വളരെയധികം സന്തോഷവാനായിട്ടുള്ള ബ്രാഹ്മണൻ മാണിക്യം പോലെ വാക്കുകളുള്ള നിനക്ക് ഇന്നു മുതൽ നിനക്ക് മാണിക്യവാചകർ എന്ന് പേര്. നിന്നെ ഈ സംസാര ചക്രത്തിൽ നിന്നും മുക്തനാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലുമുണ്ട് ഇതിൽ നിന്നൊക്കെ പോകണം, ഈ രാജധാനി, ഇതിന്റെ ഒരു സംവിധാനം, ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവണം എന്ന് ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ഉണ്ട്. ബ്രഹ്മരായന്റെ ഉള്ളിലും ഒരു തുല്യനായിട്ടുള്ള ഒരാൾ പറയാണ്, നിന്നെ ഞാൻ എല്ലാത്തിലും നിന്നും ഫ്രീ ആക്കാം. അപ്പോ കൂടെ നിന്ന് ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി, കുതിരയെ വാങ്ങിയാൻ സമയമായി. ബ്രഹ്മരായൻ പറഞ്ഞു, എനിക്ക് രാജധാനിയിലേക്ക് കുതിര വാങ്ങിച്ചു കൊടുക്കാനുണ്ട്, ഞാൻ അങ്ങടേക്ക് യാത്രയാവാൻ പോവാണ്. അപ്പൊ പറഞ്ഞു, നീ ഇവിടെ കോവിൽ കെട്ടു, ഇവിടെ ഈ അമ്പലത്തിന് പുനരുദ്ധാരണം ചെയ്യൂ എന്ന് പറഞ്ഞു. തിരുപ്പെറുംതുറൈ എന്ന അമ്പലം, തിരുപ്പെറുംതുറൈ എന്ന അമ്പലത്തില് ഇവിടെ പുനരുദ്ധാരണമുണ്ട്, അമ്പല നവീകരണത്തിന് വേണ്ടിയിട്ട് നീ കാശ് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഗുരു എന്തു പറഞ്ഞോ അതുപോലെ ചെയ്തു. അപ്പൊ പറഞ്ഞു, കുതിരയോ? നീ ചോദിച്ചു. കുതിര വരും. ഒരു തീയതി പറഞ്ഞു, ഒരു നക്ഷത്രം പറഞ്ഞു. ആ നക്ഷത്രത്തിന് നീ വിചാരിച്ച പോലെ നിന്റെ രാജധാനിയില് കുതിര വരും. ആവണി മാസത്തിലെ മൂലം നക്ഷത്രം. നോക്കൂ, ഒരു ഡൗട്ടും വന്നില്ല. വരുവോ ഇല്ലേന്നൊരു ഡൗട്ട് കൂടെ വന്നില്ല. ഭഗവാനെ എപ്പോൾ നമ്മൾ സാക്ഷാത്കരിച്ചോ ഡൗട്ടേ വരില്ല.
സദ്ഗുരുവിൻ്റെ അടുത്ത് എപ്പോൾ പോണോ ഫസ്റ്റ് ഒരു ഡൗട്ട് വന്നാലും പിന്നെ ഡൗട്ടേ കാണില്ല, പിന്നെ അടുത്തിരുന്ന എല്ലാം പോയി. സദ്ഗുരുവിൻ്റെ സാന്നിധ്യം തന്നെ സർവ സംശയത്തിനും നിവാരണമാണ്. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ക്ഷീയന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ട്വേ പരാപരേ. എപ്പോ ഭഗവാനെ നമ്മൾ കാണണോ, എപ്പോ ഭഗവാനുമായിട്ട് നമുക്ക് സമ്പർക്കമുണ്ടോ, സംശയം മുഴുവൻ പോയി. ഗീതയില് വിഷാദ രോഗത്തില് ഏതൊക്കെയോ അറിഞ്ഞു വച്ചിരിക്കണു, ഭഗവാനേക്കാളും മേലേ എന്നൊരു ഭാവത്തില് പ്രജ്ഞാവാദാംശ്ച ഭാഷസഃ. അർജുനൻ വലിയ ജ്ഞാനിയെ പോലെ സംസാരിച്ചു. സംസാരിച്ച് അവൻ പഠിച്ചു വെച്ച ഒരു കാര്യവും അവന് വാസ്തവത്തിലുള്ള ശാന്തിയെ കൊടുക്കണില്ല എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഒരു സംശയമില്ല, ഒരു ഡൗട്ടുമില്ല, കേട്ടോണ്ടേയിരുന്നു. ആത്മാവിന്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണു, കേട്ടുകൊണ്ടേയിരുന്നു, ഒരു ഡൗട്ടുമില്ല. ഇപ്പൊ സദ്ഗുരുവിന്റെ സമ്പർക്കം, ഈശ്വരന്റെ സമ്പർക്കം നമ്മളെ എന്ത് ചെയ്യണു? ഡൗട്ട് ഇല്ലാതാക്കണു, എല്ലാ സംശയവും ഇല്ലാതാക്കണു. അപ്പൊ പറഞ്ഞു ഇന്ന നക്ഷത്രത്തിൽ വരും, നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. രാജാവിന്റെ ഓർഡറും വന്നു കഴിഞ്ഞു. പെട്ടെന്ന് കുതിരയെ കൊണ്ടുവന്നില്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഈ യോഗിയെ വിട്ടിട്ട് പോവാണ്. പെട്ടെന്ന് തന്നെ രാജധാനിയിലേക്ക് പോയി. ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തു, അവിടെ അമ്പലം കെട്ടാൻ കാശ് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്, കുതിരയൊന്നും വാങ്ങിക്കാൻ പോയതല്ല. രാജാവ് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ കുതിര വരും. എങ്ങനെ വരും? കാശ് എവിടെ? അമ്പലം കെട്ടി. ശിക്ഷ കൊടുത്തു, നേരെ ഒരു ജയിലിൽ പിടിച്ചെടുത്തു. മാണിക്യവാചകർ പറയണുണ്ട്, കുതിര വരും, നിങ്ങൾ പറഞ്ഞ തീയതിക്ക് തന്നെ കുതിര എത്തും. വിശ്വാസമേ എല്ലാം പിടിച്ചകത്തിട്ടു. അല്ലെ, കുതിരയ്ക്ക് കാശ് വരാതെ എങ്ങനെ കുതിര വരും? അമ്പലം കെട്ടിയ കുതിര വരുമോ? ചിലരൊക്കെ ചോദ്യമാണ്, അമ്പലത്തിൽ പോയാൽ എന്ത് കിട്ടും? അമ്പലത്തിൽ പോയിട്ട് ഇത്ര കാലമായിട്ട് എന്ത് കിട്ടി? പലരും ചോദിക്കും അല്ലേ. അതുപോലെ അമ്പലം കെട്ടിയാൽ എന്താ കുതിര കിട്ടുമോ? ഒരു രാജാവിനും തോന്നി, രാജാവ് പിടിച്ച് അകത്തിട്ടു. ഈ പറഞ്ഞ തീയതിയായ സമയത്ത് ഒരു നല്ല തേജസ്വിയായിട്ടുള്ള ഒരാള് കുതിരകളെയും ഓട്ടിച്ച് രാജധാനിയിലേക്ക് ആവണി മാസം മൂലം നക്ഷത്രത്തില് ആ രാജധാനിയിലേക്ക് വരണം. ഒരു ദിവ്യമായ ആ രൂപം, ദിവ്യമായ തേജസ്സാർന്ന ഒരാള് കുതിരയും കൊണ്ട് ആ രാജധാനിയിലേക്ക് വന്നു. രാജാവിനെ വിളിച്ചു, ഡേ ഇതാ കുതിര എന്ന് പറഞ്ഞു. ആ രാജാവിന് അനുസരിക്കാതെ വേറെ വഴിയേ ഇല്ല. ഒരു രാജധാനിയിൽ വന്ന് രാജാവിനെ ഡേ എന്ന് വിളിച്ചിട്ട് കൂടെയും അതിനെ അനുസരിക്കാതിരിക്കാനുള്ള അല്ലെ, ഭഗവാൻ അവൻ ഉരുക വൈത്താൽ ഉരുകാതവൻ യാരോ. ഇരുമ്പിനെ കൂടെ മെൽറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, കല്ലിനെ പോലെ. കല്ലേ കഷയിന്ത്, ഇതിലൊരു പാട്ടുണ്ട്. അതിൽ കല്ലേ കഷയിന്ത് വിടും അൻപ്. ഈശ്വരനേ ഇല്ല, ഇവിടെ ഒരു വസ്തുവും ഇല്ല, ഈശ്വരനൊന്നും ഇല്ല, വെറും കെട്ടുകഥയാണെന്ന് പറയണവരെ കൂടെ ഉരുക്കിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. ആ രാജാവ് ശ്രദ്ധയോടെ എല്ലാം കേട്ടു നിന്നു. ഇതാ കുതിര പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തിരോധാനമായി. അങ്ങനെ കുതിരയെ കിട്ടി. മാണിക്യവാചകരോട് മാപ്പൊക്കെ പറഞ്ഞ് മാണിക്യവാചകരെ ഇറക്കി. മാണിക്യവാചകർക്ക് വലിയ സന്തോഷം, സാക്ഷാത്ത് ഭഗവാൻ വന്നിരിക്കുന്നു. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് സാക്ഷാത്കാരം കിട്ടി. ഈ രാജാവോ എന്ത് ചെയ്തു? ഈ കുതിരകളെല്ലാം കൊണ്ട് ആ കെട്ടണ സ്ഥലത്ത് കുതിരയുടെ സ്ഥാനത്ത് കൊണ്ട് കെട്ടി എല്ലാം വെച്ച് നല്ല സന്തോഷത്തോടു കൂടി ബ്രഹ്മരായന വളരെയധികം വായും ധനം ഒക്കെ കൊടുത്തു. രാത്രി ആയപ്പോൾ ഒരേ നരി കൂവുന്നു.
തൂളന്മാർ കൂവിക്കൊണ്ടിരിക്കുന്നു രാത്രിയായപ്പോൾ. ഇതെവിടെ നിന്നാ ഈ കൂവല് കേൾക്കാൻ നോക്കിയപ്പോൾ തൊഴുത്തിൽ, ഈ കുതിരയെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിൽ നിന്നും നിറയെ നരികളെ കെട്ടിയിരിക്കണു. അത്ര എന്താന്ന് വെച്ചാൽ ഭഗവാൻ വലിയ മായയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? കുതിരാവേഷത്തിൽ വന്നതെല്ലാം അവിടുത്തെ നരിയാണ്. കുറെ കുറുക്കന്മാരെ കുതിരാവേഷം കെട്ടി വിട്ടിരിക്കുന്നു. ഇത് കേട്ടതും എന്തോ മന്ത്രവാദം കാണിച്ചു, മാണിക്യവാചകർ എന്തോ മന്ത്രവാദം കാണിച്ചതാണെന്ന് പറഞ്ഞ് നട്ടുച്ച വെയിലത്ത് വൈഗാ തീരത്തിൽ കൊണ്ട് നിർത്തി തലയിൽ ചൂട് കട്ട വെച്ച് നടുവെയിലത്ത് കൊണ്ട് നിർത്തി ജയിലിൽ കിടന്നു, നടുവെയിലത്ത് നിർത്തി. എന്നാലും വിട്ടതേയില്ല ഭഗവാനെ. ആ നമഃശിവായയുടെ ബലത്തിലിരുന്നു, ആ പഞ്ചാക്ഷരത്തിന്റെ ബലത്തിലിരുന്നു. പ്രകൃതിയെ നമുക്ക് ആശ്വാസത്തിന് വേണ്ടി ഒരു പഞ്ചാക്ഷരം എടുത്ത് ജപിച്ചാൽ, ഒരു ഈശ്വര ധ്യാനത്തിലിരുന്ന പ്രകൃതിയെ നമുക്ക് അനുകൂലമാവുമെന്ന് പറഞ്ഞതുപോലെ ആ വൈഗാ നദി ഒഴുകി അങ്ങോട്ട് നിറഞ്ഞൊഴുകി ആ ചൂടൊക്കെ അങ്ങോട്ട് മാറ്റി, താപമൊക്കെ മാറ്റി, ആ പ്രകൃതി മുഴുവൻ മഴ ചൊരിഞ്ഞു. ഭക്തൻ വെളിയിൽ നിൽക്കുകയാണ്, ഉരുകിക്കൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് എന്ത് സിദ്ധമായോ ആ സിദ്ധമായതിനെയാണ് അവർ പാടിയിരിക്കുന്നത്. അവർക്ക് എന്ത് സിദ്ധം? മാണിക്യവാചകർക്ക് ശിവം ഒരു അനുഭവമാണ്, മറ്റു ഭക്തന്മാരെ പോലെയല്ല. ഇത് ഉള്ളിലെ അനുഭവമാണ് ശിവം. നാനേനോ തപം ചെയ്തേൻ ശിവായ നമയന പെട്രേൻ, தேனாய் அமுதமாய் தித்திக்கும் சிவபெருமான் தானே வந்து என் உள்ளம் புகழ்ந்து அடியேற்கு அருள் செய்தாய். നാനേനോ തപം ചെയ്തേൻ, ഞാൻ എന്ത് തപസ്സാ ചെയ്തത്? ഒരു തപസ്സും ചെയ്തില്ല. സാധാരണ ഒരു ഭക്തന്റെ വേഷത്തിൽ നടന്നു, ഭക്തി ചെയ്തു, പഞ്ചാക്ഷരം ജപിച്ചു. ഞാൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു, ഗംഗയിൽ മുങ്ങി നിന്ന് തപസ് ചെയ്തു, ഒന്നും ചെയ്തില്ല. സാധാരണ ഭക്തി ചെയ്തു. ശിവായ നമയന പെട്രൻ, ശിവനെ തന്നെ എനിക്ക് കിട്ടി. എന്താ ശിവം? തേനായി അമുദമായി തിത്തിക്കും ശിവപെരുമാൻ. അത് മധുരമാണെന്നത്ര. ശിവം എന്ന് പറയുന്നത് വലിയൊരു മാധുര്യമാണ്. തേനായി അമുദമായി, അമൃതമാണത്. മൃത്യുവില്ലാത്ത അവസ്ഥ, ആത്മാവിന്റെ സ്വരൂപം. താനേ വന്ന് എൻ ഉള്ളം പുകഴ്ന്ന് അടിയേർക്ക് അരുൾ ചെയ്താൻ, അനുഭവമായിട്ട് വന്നു. ശിവം എന്ന് പറയുന്നത് അനുഭവമാണ്. പഞ്ചാക്ഷരം നമുക്ക് അനുഭവത്തെ തരും. അപ്പൊ പഞ്ചാക്ഷരം അനുഭവമാണ്, ശിവാനുഭവമാണ്. ആ ശിവാനുഭവത്തെയാണ് ഈ പാട്ടായിട്ട് ഭഗവാന് നിവേദിച്ചത്. അവർക്ക് എന്ത് സിദ്ധമായോ അതിനെയാണ് പാടിയത്. എന്താണോ അവരുടെ ഉള്ളിൽ അനുഭവമായിട്ട് വന്നത്, ആ അനുഭവത്തെ വെളിയിൽ പാടി. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാനെ 63 നായന്മാരും 63 നയനാർമാരും ശിവഭക്തന്മാര് ഒക്കെ പാടിയാണല്ലോ ഭഗവാനെ കിട്ടിയത് എന്ന് ചോദിച്ചു. അവരെല്ലാം പാടി താനേ അടഞ്ഞത് ഭഗവാനെ. അപ്പൊ രമണ മഹർഷിയുടെ ഉത്തരം, അവരെല്ലാം പാടി അടയലോയി, അവരടഞ്ചത പാടിന. അവരൊന്നും പാടിയിട്ട് ഭഗവാനെ നേടിയില്ല, നേടിയതിനെ പാടുന്നു. അവർ ഭഗവാനെ നേടിയതിനെ പാടുന്നു. ആ നേട്ടമാണ് നാദൻ താഴ്വാഴ്ക. എങ്ങനെ അവർ നേടി? പഞ്ചാക്ഷരമാകുന്ന മരുന്ന് കഴിച്ച് നേടി. അങ്ങനെ നേടിയ ഭഗവാൻ ഇമയിപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൾ വാഴ്ക. അങ്ങനെ നേടിയാലും അത് പോകാതിരിക്കണം.
അല്ലേ? നല്ല ശുദ്ധമായ വെള്ളം വന്നാൽ അതിൽ അശുദ്ധമൊന്നും വരാതെ നോക്കണം. നമ്മൾ ശുദ്ധമായ ജലത്തിൽ എത്തും. നമ്മൾ നേരത്തേക്കെങ്കിലും അനുഭൂതി സ്ഥിതിയിൽ എത്തും. പക്ഷെ അതിനെ ആ നില കളയാതിരിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് വെച്ചാൽ അതിനെ സംരക്ഷിക്കണം. ശ്രദ്ധയാകുന്ന വേലി കെട്ടി സംരക്ഷിക്കണം. തസ്യ ശ്രദ്ധയേവ ശിരഃ ഋതം ദക്ഷിണഃ പക്ഷഃ സത്യമുത്തരഃ പക്ഷഃ യോഗ ആത്മാ. വേദമേ പറയണു ശ്രദ്ധയാണ് ശിരസ്, സത്യത്തിനെ ഒരു പക്ഷം, ഋതം ഒരു പക്ഷമാകുന്ന പാതയിൽ പോവുക. എന്തിനാ ചിറകെന്ന് വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്, സത്യത്തിലൂടെ യാത്ര ചെയ്യാം. ശിരസ് ശ്രദ്ധയായിരിക്കണം, സത്യത്തിലൂടെ യാത്ര ചെയ്യണം. ആ യാത്ര എവിടെ ചെന്ന് തീരും? യോഗ ആത്മാ, ആത്മാവിൽ പോയി യോഗം ചെയ്യും. മഹഃപുച്ഛം പ്രതിഷ്ഠ, ബ്രഹ്മത്തിൽ പോയി പ്രതിഷ്ഠയാവും. അപ്പോ നാഥൻ താൾ വാഴുക, നാഥന്റെ തൃപ്പാദം വാഴുക എന്ന് വെച്ചാൽ എല്ലാവർക്കും പാദദീക്ഷയാണ്. പാദം മതി, ഭഗവാന്റെ പാദം. ചിതപാദം, ഭൂമിയിൽ നിന്നും ഒരടി മേലെ ഇറക്കി വെച്ചിരിക്കുന്ന പാദം എന്ന് വെച്ചാൽ ഭൂമിയിൽ സംസാര ദുഃഖമുണ്ട്. ഭഗവാന്റെ പാദം ഭൂമിക്കു മേലെ എത്തണം. അതിമുച്യധീര ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനഃ യദ് വാചോ ന വാചം സൗ പ്രാണസ്യ പ്രാണ അതിമുച്യധീരാഹ പ്രേത്യ അസ്മാൻ ലോക അമൃതാ ഭവന്തി. ഉപനിഷത്തെ പറയുന്നു, ഈ ലോകത്തിൽ നിന്നും നമ്മളെ ഉയർത്തി അമൃതത്വത്തിലേക്ക് എത്തുന്നു. അമൃതത്വം ഭഗവാന്റെ പാദത്തിലാണ് ഇരിക്കുന്നത്. തുടർന്ന് നമുക്ക് കാണാം.